നമസ്കാരം. ഇവാൻ ആൻഡ് ഡിഫറെന്റ് ഡ്രീം ക്യാസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നൈജു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളോട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം കഴിഞ്ഞ കുറേ വീഡിയോകളായിട്ട് ഞാൻ നമ്മുടെ വീട് മേടിക്കുന്നതിനെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ഇത് എല്ലാം ഞാൻ എൻ്റെ പേഴ്സണലോ അല്ല എൻ്റെ അടുത്ത ക്ലോസ് ആയിട്ടുള്ളവരുടെ എക്സ്പെൻസസ് മാത്രം ചെയ്യുന്നതാണ്. കാരണം ഞാൻ ഏറ്റവും ക്ലിയർ ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ആരെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ തന്നെ നമുക്കത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചതാണ്, ഒത്തിരി പേരും ചോദിച്ചില്ല, പക്ഷെ കുറച്ച് പേര് ചോദിച്ചതാണ് ഈ ഒരു ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾ കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കുക. അപ്പം പലരും പറഞ്ഞാണ് ഇപ്പോൾ ഈ വീട് മേടിക്കുമ്പോൾ മോർഗേജ് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ. അതാണ് നമ്മുടെ വലിയൊരു മെയിൻ ഒരു വീട് മേടിക്കുന്നതിൻ്റെ വലിയൊരു നമ്മുടെ ചുമതലയാണ്, അല്ലെങ്കിൽ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. നമ്മൾ മോർഗേജ് കിട്ടുക, മോർഗേജ് സെലക്ട് ചെയ്യുക, നമ്മൾ മോർഗേജ് കിട്ടുക, നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റ് നമ്മൾ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യണോ അതോ നമ്മൾ മോർഗേജ് അഡ്വൈസർമാർ അല്ലെങ്കിൽ ബ്രോക്കർമാർ ത്രൂ പോകണോ എന്ന്. അപ്പം ഇതിന് ഏസ് എന്ന് നോ എന്ന് ഞാൻ പറയത്തില്ല, രണ്ടും തമ്മിൽ. കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആണ്. ഈ പറഞ്ഞ AIB ബാങ്ക്, BOI, പെർമനന്റ് TSB, EBS, ഈ 4 ബാങ്കുകളിലും ഞാൻ ഡയറക്റ്റ് പോയിട്ടാണ്, ഞങ്ങൾ രണ്ടുപേരും ഡയറക്റ്റ് പോയിട്ടാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തത്. അവർ തന്നിരിക്കുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ മേടിച്ചു, അത് നമ്മൾ വായിച്ചു നോക്കി, നമ്മൾ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചോദിച്ചതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്തു. അവർ നമുക്കൊരു ഇനീഷ്യലി നമ്മൾ മോർഗേജ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു AIP അഡ്വാൻസ് ഇൻ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഇഷ്യൂ ചെയ്യും. അത് നമുക്കൊരു ഏകദേശം അത് അഷ്യൂരിറ്റി ഒന്നുമല്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഏകദേശം നമുക്ക് എത്രമാത്രം നമ്മളെ രണ്ടുപേരുടെ ചേർന്ന് നമുക്ക് എത്രമാത്രം ഒരു വീട് മേടിക്കാൻ എത്ര തരും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇതെല്ലാം പോയതിനു ശേഷം ഞാൻ ലാസ്റ്റിൽ എനിക്ക് എന്താ പറയുക, ഞാൻ ആവശ്യത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ വീടിന് വേണ്ടി ഓക്കെ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന എമൗണ്ട് കിട്ടുകയും അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള എമൗണ്ട് കിട്ടുകയും എന്താ പറയുക, കുറച്ചുകൂടെ എനിക്ക് ട്രാൻസാക്ഷൻസ് അല്ല, കമ്മ്യൂണിക്കേഷൻസ് ഈസി ആയിട്ടും എപ്പോഴും അപ്രോച്ചബിൾ ആണെന്ന് തോന്നിയത് EBS ആയിരുന്നു. അതുകൊണ്ട് ഞാൻ EBS അപ്ലൈ ചെയ്തു. മറ്റുള്ള ബാങ്കിൽ നിന്നെല്ലാം എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയെങ്കിലും നമ്മളത് പ്രൊസീഡ് ചെയ്തില്ലെന്ന് മാത്രം. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ നിന്ന് നമുക്ക് എടുക്കാം, നമ്മൾ എല്ലായിടത്തും ഡോക്യുമെന്റ്സ് കൊടുക്കാൻ നോക്കും. പക്ഷെ എൻ്റെ ചില സുഹൃത്തുക്കൾ ഇതിൽ പകരം അവർ നേരിട്ട് ബ്രോക്കേഴ്സിനെ ഏർപ്പാടാക്കി. അപ്പം ബ്രോക്കേഴ്സ് അവർക്ക് അവർ ഡയറക്റ്റ് പോയപ്പോൾ അവർക്ക് നേരിട്ട് കറക്റ്റ് എമൗണ്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ബ്രോക്കേഴ്സ് ത്രൂ പോയപ്പോൾ അവർക്ക് കുറച്ചുകൂടെ യൂറോസ് അവർ കൂടുതൽ മേടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നെ ബ്രോക്കേഴ്സിന്റെ പോകുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കയ്യിൽ നിന്ന് എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നില്ല. ബ്രോക്കറിന് നമ്മൾ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇപ്പം എൻ്റെ അറിവിൽ ബാങ്കിൽ നിന്നാണ് അവർ കിട്ടുന്നതൊക്കെയാണ് അറിയുന്നത്, എനിക്ക് അതിനെ കൂടുതൽ അറിയത്തില്ല. പക്ഷെ നമ്മൾ പേഴ്സണലി ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ അവർ നമുക്ക് വേണ്ടി കൂടുതൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് കിട്ടുമെന്ന് പറയാം. ഒരുപക്ഷെ അവർക്ക് ഏതെങ്കിലും ബാങ്കുമായിട്ട് ടൈപ്പ് ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് കിട്ടും. പക്ഷെ നമ്മുടെ ഡയറക്റ്റ് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക്, നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ബ്രോക്കർ ത്രൂ പോകുമ്പോൾ ബ്രോക്കറിന് ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനോ നമ്മുടെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അവരെ വിശ്വാസത്തിലെടുക്കുന്ന ബാങ്കുകളിൽ കിട്ടുമ്പോൾ അതിൻ്റെ വ്യത്യാസം കാണുമായിരിക്കും. പക്ഷെ ഒന്നും മോശമാണെന്നോ ഒന്നും നല്ലതാണെന്ന് പറയത്തില്ല, അത് ഇൻഡിവിജ്വൽ ആണ്. കാരണം ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെല്ലാം ഫോമും കാര്യങ്ങളും ഈ പറയുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് നമ്മൾ സമയാസമയങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ബ്രോക്കർ ആകുമ്പോൾ ബ്രോക്കർ നമ്മുടെ മേടിച്ച് ബ്രോക്കർ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സൈനും മറ്റു കാര്യങ്ങളും ചെയ്താൽ മതി. ബ്രോക്കർ ടൈം ടു ടൈം ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് ബാങ്കുമായിട്ട് ഫോളോ അപ്പ് ചെയ്താലും ചെയ്തോളും. നമ്മളെ ഇതിന്റെ അപ്ഡേറ്റുകൾ മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഹെഡേക്ക് ഒന്നുമില്ല, ബ്രോക്കർ എല്ലാം നമുക്ക് വേണ്ടി ചെയ്തോളും. പക്ഷെ നമ്മുടെ ഡയറക്റ്റ് പോകണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഡയറക്റ്റ് ചെയ്യുന്നുള്ള ഒരാളെന്ന രീതിയിൽ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ശരിയാണ്, കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്, അത് സൈൻ ചെയ്യണം. പക്ഷെ നമ്മളൊരു ലൈഫിൽ നിന്നും നമ്മൾ ചെയ്യുന്ന കാര്യമൊന്നുമല്ല, നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് പോയവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏതാണ് ബെറ്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് എത്രമാത്രം ഇതിൻ്റെ പുറകെ നടക്കാനുള്ള ഒരു സമയം പ്ലസ് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം എമൗണ്ട് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് രണ്ട് കാര്യത്തിലും നമുക്ക് രണ്ട് എന്താ പറയുക കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ഇന്നത് പോകുന്നതുകൊണ്ടോ പോകാത്തതുകൊണ്ടോ നഷ്ടമോ ലാഭമോ ഒന്നും ഞാൻ പറയത്തില്ല. കാരണം എനിക്കങ്ങനെ നഷ്ടവും ലാഭവും സംഭവിച്ചില്ല. കാരണം ഡയറക്റ്റ് പോയിട്ട് എനിക്ക് ആവശ്യമുള്ള എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇത് മാത്രമേ പറയുള്ളൂ. നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് ആണ്. ചിലവർക്ക് ഡയറക്റ്റ് പോകുന്നതിനേക്കാളും കൂടുതൽ ബ്രോക്കർമാരുടെ കൂടുതൽ കിട്ടുമായിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ യുവർ എന്താ പറയുക, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ലക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ല നമ്മുടെ ബ്രോക്കറിന്റെ മിടുക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇതിനകത്തുള്ളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതാണ്, അല്ലെങ്കിൽ ഒപ്പീനിയൻ ഇതാണ്. അപ്പം അടുത്ത വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.